ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വാഹനങ്ങളിൽ ഓയിൽ കൂളർ എന്ന് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഓയിൽ പമ്പ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഓയിൽ സർക്കുലേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഓയിൽ ഫിൽറ്റർ ഒന്നും കേട്ടിട്ടുണ്ട്. ഓയിൽ കൂളേഴ്സ് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയായിരിക്കും. പക്ഷേ ശരിക്കും ഓയിൽ കൂളേഴ്സ് എന്താണെന്നുള്ളത് ഞാൻ എല്ലാവർക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് നമ്മുടെ വാഹനത്തിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ തന്നെയാണ്. കാരണം വാഹനം സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഓഫ് ചെയ്യുന്നത് വരെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എൻജിൻ ഓയിൽ എന്ന് പറയുന്നത്. കാരണം എല്ലാ പാർട്സുകൾക്കും ലൂബ്രിക്കേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ലൂബ്രിക്കേഷൻ ആവശ്യമായതുകൊണ്ട് അല്ലെങ്കിൽ അത്യാവശ്യമായതുകൊണ്ട് ഈ പറയുന്ന എൻജിൻ ഓയിൽ മേളിൽ നിന്നും താഴെ വരെ അല്ലെങ്കിൽ താഴെ നിന്നും മേളിൽ വരെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ എൻജിൻ ഓയിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതായത് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതായത് ഹീറ്റിനെ സ്വയം വലിച്ചെടുക്കുന്നുണ്ട്, ക്ലീനിങ് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് എൻജിൻ ഓയിലുണ്ട്. അപ്പോൾ ശരിക്കും ഹീറ്റിനെ വലിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ സിലിണ്ടറിൻ്റെയൊക്കെ അകത്തൂടെ അല്ലെങ്കിൽ സൈഡിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് ഈ വാട്ടർ ജാക്കറ്റ്സ് കൊണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും ഈ ഓയിൽ സർക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ വാൽവിൻ്റെയൊക്കെ പോർഷനിലൊക്കെ ഉണ്ടാകുന്ന ഹീറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ഈ പറയുന്ന എൻജിൻ ഓയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻജിൻ ഓയിൽ സ്വയം ഹീറ്റ് ആകുന്നുണ്ട്, ഒരുപാട് ഹീറ്റ് ആകുന്നുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. വിസ്കോസിറ്റിക്ക് മാറ്റം വരും, അങ്ങനെ കട്ടിയാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ഈ എൻജിൻ ഓയിലിനെ തണുപ്പിക്കാൻ ഒരു പ്രോസസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനെയാണ് എൻജിൻ ഓയിലിനെ കൂൾ ചെയ്യിക്കാൻ വേണ്ടി കൂളേഴ്സ് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പൊതുവേ ഡീസൽ വാഹനത്തിനാണ് ഈ കൂളേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് നമ്മുടെ ഓയിലിൻ്റെ ഫിൽറ്റർ വരുന്നത്. ഡീസൽ വാഹനമാണ്. ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു പോർഷനാണ് നമ്മുടെ എൻജിൻ ഓയിൽ കൂളറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് കൂളർ. അപ്പോൾ ഈ കൂളർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ കൂളൻ്റ് സർക്കുലേഷനാണ് ഇതിലേ നടക്കുന്നത്. അതായത് കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് വാഹനത്തിൻ്റെ എൻജിൻ കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്ത് ആ ഒരു ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ഓയിലിൻ്റെ പരിധി അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂളൻ്റിലേക്ക് ഏകദേശം സെയിം ലെവലാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ വരാൻ സാധ്യതയുള്ളൊരു കംപ്ലയിൻറ്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലിപ്പോൾ വന്നൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിലേതെങ്കിലും രീതിക്ക് കൂളൻ്റ് എൻജിൻ ഓയിലുമായിട്ട് മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഗ്യാസ്കറ്റോ കാര്യങ്ങളൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ അങ്ങനെ വരാൻ ചാൻസസ് ഉണ്ട്. കൂളൻ്റും എൻജിൻ ഓയിലുമായിട്ടൊക്കെ മിക്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അത് ചാൻസസ് വളരെ കുറവാണ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് വാഹനത്തിൻ്റെ എൻജിൻ ഓയിലിനെ കൂൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ കൂളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ കൂൾ ചെയ്യുന്നുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ കട്ടിയാകാതിരുന്നോളും, പെർഫോമൻസ് നന്നായിട്ട് നമ്മുടെ വാഹനത്തിന് കിട്ടുന്നതായിരിക്കും. അല്ലാതെ അഡീഷണലായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിച്ച് വെറുതെ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ നശിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.